ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 6, പേജ് നമ്പർ 710. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘ. പദാനുപദം. അനഘ, പാപമില്ലാത്തവനെ, ഹേ അർജുന, തത്ര അവയിൽ വെച്ച്, സത്വം സത്വഗുണം, നിർമ്മലത്വാത് നിർമ്മലത്വം കൊണ്ട്, പ്രകാശകം ജ്ഞാനപ്രകാശകവും, അനാമയം അനാമയവും ദോഷഫലമില്ലാത്തതും ആകുന്നു. തത്ത് അത്, സുഖസംഗേന സുഖസമ്പർക്കത്താലും, ജ്ഞാനസംഗേന ച ജ്ഞാനസമ്പർക്കം കൊണ്ടും, ബധ്നാതി ബന്ധിക്കുന്നു. വിവർത്തനം. ഹേ പുണ്യാത്മാവേ, മറ്റുള്ളവയെ അപേക്ഷിച്ച് വിശുദ്ധമാകയാൽ സത്വഗുണം പ്രകാശമാനവും എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതുമാണ്. ആ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവർ സുഖത്താലും ജ്ഞാനത്താലും ബദ്ധരാക്കപ്പെടും. ഭാവാർത്ഥം. ഭൗതിക പ്രകൃതിയാൽ ബദ്ധരായ ജീവസത്തകൾ പലവിധമുണ്ട്. ഒരാൾ സന്തുഷ്ടനായിരിക്കും, മറ്റൊരാൾ കർമ്മനിരതനും, ഇനിയൊരാൾ നിസ്സഹായനുമായിരിക്കും. ഇത്തരം മാനസികാവസ്ഥാ ഭേദങ്ങളാണ് ജീവസത്തകളുടെ പ്രകൃതിയിലെ ബദ്ധാവസ്ഥയ്ക്ക് കാരണം. എങ്ങനെയാണവർ പലവിധത്തിലും ബദ്ധരായിരിക്കുന്നതെന്ന് ഭഗവത്ഗീതയിലെ ഈ ഭാഗത്തിൽ വിവരിക്കുന്നു. ആദ്യമായി സത്വഗുണത്തെ എടുത്തു നോക്കാം. ഭൗതിക ലോകത്തിൽ സത്വഗുണം വളർത്തിയെടുക്കുന്നതിൻ്റെ ഫലമെന്തെന്നാൽ, അങ്ങനെ ചെയ്യുന്ന വ്യക്തി മറ്റു വിധത്തിൽ ബദ്ധരായവരെക്കാൾ ബുദ്ധിമാനാണ്. സത്വഗുണത്തിലുള്ള ഒരാളെ ഭൗതിക ദുഃഖങ്ങൾ അധികം ബാധിക്കാറില്ല. ഭൗതിക ജ്ഞാനത്തിൽ താൻ പുരോഗമിക്കുകയാണെന്ന ബോധവും അയാൾക്കുണ്ടാവും. സത്വഗുണാവസ്ഥയിലായിരിക്കേണ്ട ബ്രാഹ്മണനാണ് ഇതിനൊരു മാതൃക. സത്വഗുണപ്രഭാവം പാപപ്രതികരണങ്ങളിൽ നിന്ന് ഏറെക്കുറെ മോചിപ്പിക്കുന്നു എന്ന അറിവാണ് സാത്വികരുടെ സന്തുഷ്ടിക്ക് കാരണം.
സത്വഗുണം കൂടുതൽ ജ്ഞാനത്തെയും സന്തോഷത്തെയും ഉളവാക്കുന്നുവെന്ന് വൈദിക കൃതികളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതിലുള്ള കുഴപ്പമെന്തെന്നാൽ ഒരു ജീവസത്ത സത്വഗുണാവസ്ഥയിലാകുമ്പോൾ താൻ മറ്റുള്ളവരെക്കാൾ ജ്ഞാനത്തിൽ മുന്നേറിയെന്നും അങ്ങനെ അവരെക്കാൾ ഉത്കൃഷ്ടനായിരിക്കുന്നു എന്നുമുള്ള അഹങ്കാരം അയാളെ ബാധിച്ചേക്കാം. അങ്ങനെ അയാൾ ബദ്ധനാകുന്നു. ഇതിനുള്ള ഉത്തമോദാഹരണങ്ങളാണ് ശാസ്ത്രകാരന്മാരും തത്വചിന്തകരും. ഇരു കൂട്ടരും തങ്ങളുടെ അറിവിനെപ്പറ്റി അഹങ്കരിക്കുന്നു. ജീവിത ചുറ്റുപാടുകൾ സ്വാഭാവികമായി മെച്ചപ്പെടുന്നതുകൊണ്ട് ഭൗതികമായി കൂടുതൽ സന്തുഷ്ടരാവുകയും ചെയ്യുന്നു. ബദ്ധമായ ജീവിതത്തിലെ ഈ ഉയർന്ന സന്തുഷ്ടതാബോധം ഭൗതിക പ്രകൃതിയുടെ സത്വഗുണത്താൽ അവരെ ബന്ധിക്കുകയാണ്. അങ്ങനെ സത്വഗുണത്തിൽ പ്രവർത്തിക്കുന്നതിലേക്ക് അവർ ആകൃഷ്ടരായി തീരുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ ആകൃഷ്ടരായിരിക്കുന്നിടത്തോളം കാലം ഏതെങ്കിലും വിധത്തിൽ പ്രകൃതി ഗുണാധീനമായ ഒരു ശരീരം അവർക്ക് കൈക്കൊള്ളേണ്ടി വരും. മോചനത്തിന് വഴിയില്ലെന്നാകും. ആധ്യാത്മിക ലോകത്തിലേക്ക് ഉയരാൻ സാധിക്കില്ല. വീണ്ടും വീണ്ടും തത്വചിന്തകനായോ ശാസ്ത്രജ്ഞനായോ കവിയായോ പിറവിയെടുത്ത് ജനന മരണ ക്ലേശങ്ങളിൽ അകപ്പെടുകയാവും ഫലം. എന്നിട്ടും ഭൗതിക ശക്തിയുടെ മോഹവലയത്താൽ അത്തരമൊരു ജീവിതം സുഖകരമെന്ന് അവർ വിചാരിച്ചു പോകുന്നു. ഹരേ കൃഷ്ണ.